പത്തരമാറ്റിന് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യയ്ക്ക് വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലിൽ ആരാണ് വിഷം കലക്കിയത് എന്ന അന്വേഷണമാണ് അനന്തപുരിയിൽ. നാനയാണ് പാല് കാച്ചിയതെങ്കിൽ ഒരിക്കലും നാന അക്കാര്യം ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. മറ്റാരോ ആണ് പാലിൽ വിഷം കലക്കിയത്. അതാരാണെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അത് തുടർന്നു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കുറ്റവാളികളെ കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. അതുകൊണ്ട് തന്നെ രഹസ്യ അന്വേഷണം നടത്താൻ മുത്തശ്ശൻ പോലീസുകാരോട് പറയുകയാണ്. അതിനുവേണ്ടി പോലീസ് രഹസ്യ അന്വേഷണം നടത്താൻ പോലീസ് വേഷത്തിലല്ലാതെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അധികം വൈകാതെ തന്നെ പോലീസുകാർ പ്രതികളെ പിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എപ്പിസോഡിന്റെ കിടിലൻ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ ജലജ മുത്തശ്ശനോട് പറയുന്നുണ്ട്, അച്ഛ ആ നായന എന്തൊരു ചതിയാണ് ഏടത്തിയോട് ചെയ്തത്. ജലജയുടെ വാക്കുകൾ കേട്ട് ജാനകി ഒപ്പം കൂടുന്നുണ്ട്. അതെ അച്ഛ, ഞാനും ജലജയൊന്നും പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കില്ലല്ലോ. ഞങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛനിത് വിശ്വാസമില്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയേ പറ്റൂ. അവൾമാരെയൊക്കെ പേടിച്ച് ഇവിടെ നിന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ എന്നൊക്കെ ജാനകി പറയുമ്പോൾ അത് കേട്ട് മുത്തശ്ശൻ പറയുകയാണ്, ജാനകി നിർത്തിക്കോ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ നയനമോൾ ഇതെല്ലാം ചെയ്തത്? അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അത് കേട്ട് ജാനകി പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും അവൾ തന്നെയാണ് എല്ലാം ചെയ്തത്. നയന അവളെ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളത് അച്ഛൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷണം നടത്തണം. അന്നേരം ജലജ പറയുകയാണ്, അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല ജാനകി, ആ നയന തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. അത്രയും ദുഷ്ടതയുള്ള മനസ്സാണ് ആ നയനയ്ക്ക് എന്നൊക്കെ പറയുകയാണ് ജലജ. ഇല്ലാതിരുന്നോ, വായ തുറന്ന് നിനക്ക് നയനമോളെ കുറ്റപ്പെടുത്താനേ നിനക്ക് സമയമുള്ളൂ. അത് നിനക്ക് നല്ലതിനല്ല എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. ഞാൻ എന്ത് പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എനിക്ക് അവളെ സംശയമുണ്ട്. എനിക്ക് മാത്രമല്ല അവളെ സംശയം, ഇവിടെ എല്ലാവർക്കും അവളെ സംശയമുണ്ട്. എന്തിനേറെ പറയുന്നു, ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന ഏടത്തിക്ക് പോലും അവളെയാണ് സംശയം. അത് കേട്ട് മുത്തശ്ശൻ പറയുകയാണ്, അത് ശരിയാണ്. മനസ്സിൽ വിഷം വെച്ച് നടക്കുന്നവരെല്ലാം നയനമോളെ കുറ്റക്കാരിയായിട്ടാണ് കാണൂ. എന്നാൽ മനസ്സിനകത്ത് നന്മയുള്ളവർ മാത്രമേ നയനമോളെ തിരിച്ചറിയൂ. അത് നിങ്ങൾക്കാർക്കും ഇല്ലാതെ പോയി. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറയുന്നത് എത്ര ശരിയാണ്. അതിവിടെ ഓരോരുത്തരായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ജാനകിയും പറയുന്നുണ്ട്, അച്ഛാ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറഞ്ഞത് ശരിയാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പറ്റിക്കാൻ അധിക സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെയല്ല സ്ത്രീകൾക്ക് സ്ത്രീകളെ പറ്റിക്കുന്ന കാര്യത്തിൽ അത്ര എളുപ്പമല്ല. വെറുതെ ഇവൾമാരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ഇവർ എല്ലാവരെയും തമ്മി തല്ലിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അവർ പറയട്ടെടോ വസുന്ധരെ, അവസാനം അവർ തന്നെ സത്യങ്ങൾ തിരിച്ചറിയും. ആ സമയത്ത് ഇവർ പറഞ്ഞ വാക്കുകളെല്ലാം തിരിച്ചെടുക്കാൻ കഴിയാതെ ഇവർ തന്നെ ബുദ്ധിമുട്ടും. ഇടയ്ക്ക് നിങ്ങളുടെ മുഖം ഒന്ന് കണ്ണാടിയിൽ പോയി നോക്ക്, സ്വയം പറയണം നന്നാകാമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുത്തശ്ശി ജലജയോട് പറയുന്നുണ്ട്, ഇതൊന്നും അത്ര നല്ലതിനല്ല ജലജെ. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഇവിടെ ഓരോരുത്തരും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നിങ്ങൾ ഒരു പ്രസക്തിയും കൊടുക്കുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അതൊക്കെ ശരിയാണ് അമ്മേ. അച്ഛന്റെ വാക്കുകൾക്ക് വിലയില്ലാതെ വന്നത് ഇവിടെ കുറച്ച് പാഴ് ജന്മങ്ങൾ വന്നതിന് ശേഷമാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ് അവരെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന്. പക്ഷെ അന്ന് ആരും കേട്ടില്ല. അതിന്റെ ഭവിഷ്യത്താണ് ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ജലജ. അത് കേട്ട് മുത്തശ്ശി പറയുകയാണ്, അങ്ങനെയൊന്നും പറയരുത് ജലജെ. നീ ഞങ്ങളുടെ മകളല്ലാതിരുന്നിട്ട് ഞങ്ങൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾ നേടിത്തന്നു. നിനക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോ? സ്വന്തം മകളെ പോലെയല്ലേ ഞങ്ങൾ നിന്നെ വളർത്തിയതിന്റെ കണക്കോ സ്നേഹിച്ചതിന്റെ കണക്കോ ഞങ്ങൾ ഇതുവരെ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ മക്കൾക്ക് ചെയ്തു തരുന്ന കാര്യമെല്ലാം നിനക്ക് ഞങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ? ഇപ്പോൾ നിന്റെ മകളെ പോലെയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. നിന്റെ പല പ്രവൃത്തികളും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ജലജ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. മുത്തശ്ശി ഇങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് അടക്കാനാവാത്ത ദേഷ്യം വരുന്നുണ്ട്. അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ജലജ പറയാനൊരുങ്ങുമ്പോൾ മുത്തശ്ശി അതൊന്നും കേൾക്കാതെ മുത്തശ്ശൻ്റെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. മുത്തശ്ശിയും കൂടി അവിടെ നിന്ന് പോകുന്നതും ജലജ ജാനകിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ജാനകി നീ പറ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ജലജ. ഇപ്പോൾ അതിനെ വിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് നീ ചെയ്യുന്ന തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ റൂമാണ്. മുത്തശ്ശൻ എവിടെയോ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. മുത്തശ്ശിയും മുത്തശ്ശൻ്റെ അടുത്ത് തന്നെയുണ്ട്. മുത്തശ്ശി പറയുകയാണ്, ഇദ്ദേഹം പെട്ടെന്ന് തന്നെ വരണം, മരുന്നൊക്കെ സമയത്തിനെടുത്ത് കഴിക്കണം. ഞാൻ പെട്ടെന്ന് തന്നെ വരാം വസുന്ധരെ എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ, അല്ല ഇദ്ദേഹം ഹോസ്പിറ്റലിൽ ദേവയാനിയെ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. പോകുന്ന വഴിക്ക് അവിടെയും കൂടി കയറണം. ഡോക്ടറുടെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വേണം പോകുന്ന ആളെ കാണാൻ. ഇതും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മുത്തശ്ശൻ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ ഓരോരോ കാര്യങ്ങളാണ്. ജയൻ നയനയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ. ഇല്ല അച്ഛാ, എനിക്കൊരു കുഴപ്പവുമില്ല. അത് കേട്ട് ജയൻ പറയുകയാണ്, ഇപ്പോൾ നീ കണ്ടില്ലേ ദേവയാനിയുടെ ഒരു അവസ്ഥ?
നിങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തിയത് കൊണ്ടായിരിക്കും അയാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് കേട്ട് നയന പറയുന്നുണ്ട്, അച്ഛ അങ്ങനെയൊന്നും പറയരുത്, എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ അസുഖം ഭേദമാക്കണം. അത് കേട്ട് ജയൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മരുമകളെ മനസ്സിലാക്കാതെ പോയാലോ ദേവയാനി. ഞാനിപ്പോൾ മാലയിട്ടതിൻ്റെ ഉദ്ദേശം പോലും എൻ്റെ ഭാര്യയും മരുമകളും ഒന്നാകാൻ വേണ്ടി മാത്രമാണ്. ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് ജയൻ. അത് കേട്ട് ഞാനെ പറയുകയാണ്, അച്ഛ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അമ്മയെ സ്വന്തം അമ്മയെ പോലെ തന്നെ സ്നേഹിക്കും. അമ്മയെന്ന് പൂർണ്ണ ആരോഗ്യവതിയായി തന്നെ നിൽക്കണം എന്നൊക്കെ പറയുകയാണ് ഞാന. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. മുത്തശ്ശനെ കണ്ട പാടെ തന്നെ മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് അനി മുത്തശ്ശൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. അനി നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശ. ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ, ഇപ്പോൾ തന്നെ ബ്ലഡ് കിട്ടാഞ്ഞിട്ട് ഞാനേടത്തിയാണ് കൊടുത്തത്, അല്ലാതിരുന്നെങ്കിൽ വെല്ലമ്മയുടെ അവസ്ഥ അതിനേക്കാൾ മോശമായിരുന്നു എന്നൊക്കെ പറയുകയാണ് അനി. അല്ല നിന്റെ വെല്ലമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഒന്നും പറയാനായിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് അനി. ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് മുത്തശ്ശൻ സ്വയം പരിചയപ്പെടുത്തുകയാണ്. അറിയാം സാർ, മൂർത്തി സാറിനെ അറിയാത്തതായി ആരാ ഉള്ളത്? സാർ മേഡത്തിന്റെ വിവരം അറിയാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഡോക്ടർ. അതെ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ, സാർ സത്യം പറഞ്ഞാൽ മേഡം കുടിച്ച ആ പാലിലൂടെയാണ് വിഷം മേഡത്തിന്റെ ശരീരത്തിലെത്തിയത്. ഒന്നെങ്കിൽ ആ പാല് കാച്ചി വെച്ച വ്യക്തിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ചെയ്തതായിരിക്കും ഇത്. അങ്ങനെ വല്ല സാധ്യതയുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. ദേവ്യാനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടറോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചത് ഇവിടെ ആരും അറിയണ്ട. അങ്ങനെ കുറച്ചു നേരം കൂടി മുത്തശ്ശൻ ഡോക്ടറോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് മുത്തശ്ശൻ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. തൻ്റെ പരിചയത്തിലുള്ള ഒരു പോലീസുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ പോകുന്നത്. അയാളുള്ള സ്ഥലം തേടി പിടിച്ച് മുത്തശ്ശൻ അവിടെ എത്തുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന പോലീസുകാരനോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എസ് ഐ പ്രശാന്ത് ഉണ്ടോ എന്ന്. ഉണ്ടെന്ന് പറഞ്ഞ് എസ് ഐയെ കാണാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട് പോലീസുകാരൻ. അങ്ങനെ മുത്തശ്ശൻ എസ് ഐയുടെ ക്യാബിനകത്തേക്ക് കയറുകയാണ്. അങ്ങനെ മുത്തശ്ശനെ കണ്ടപ്പാടെ തന്നെ എസ് ഐ പ്രശാന്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. വളരെ ബഹുമാനത്തോടു കൂടിയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. മൂർത്തി സാറോ? മൂർത്തി സാർ എന്താണ് ഈ വഴിക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് പോലീസുകാരൻ. എന്തൊക്കെയുണ്ട് പ്രശാന്ത് വിശേഷങ്ങൾ? നല്ലത് തന്നെ സാർ, സാർ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പ്രശാന്ത്. പ്രശാന്ത് ഇപ്പോൾ കേസുകളൊന്നും ഏറ്റെടുക്കാറില്ലേ? ഉണ്ട് സാർ, ഏറ്റെടുത്ത കേസുകളെല്ലാം എന്നെ സ്റ്റേജ് വരെ എത്താറുമുണ്ട്. അല്ല സാർ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എസ് ഐ. ഒരു പ്രശ്നമുണ്ട്, ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കേട്ട് പ്രശാന്ത് പറയുകയാണ്, സാർ എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ആ നിമിഷം തന്നെ ഞാൻ അനന്തപുരിയിൽ എത്തിയേനെ. ഇക്കാര്യം ഞാനും പ്രശാന്ത് മാത്രം അറിയേണ്ട കാര്യമാണ്, തികച്ചും പേഴ്സണൽ, അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങാമെന്ന് കരുതി എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ, അല്ല മുത്തശ്ശൻ എന്താണ് ഇത്രമാത്രം പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് എസ് ഐ പ്രശാന്ത്. എൻ്റെ പ്രശ്നം അത്ര പെട്ടെന്നൊന്നും പറഞ്ഞാൽ തീരില്ലേ പ്രശാന്തേ, സാർ എന്തായാലും പറയൂ, എന്തെങ്കിലും ബിസിനസ് പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രശാന്ത്. അതൊന്നുമല്ല പ്രശാന്തേ, എൻ്റെ പ്രശ്നം ഒരു ഫാമിലി ഇഷ്യൂസാണ്. എന്ത് ഫാമിലി പ്രോബ്ലമോ? അത് മൂർത്തി സാറിനെ പോലെ ഒരു കുടുംബത്തിലോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് പ്രശാന്ത്. അതെ, വീട്ടിലേക്ക് കയറി വരുന്നവരെല്ലാം വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരിക്കും. അങ്ങനെ വന്നു കയറിയവർക്കിടയിൽ ക്രൂരമായ മുഖങ്ങളുണ്ട്. എനിക്ക് സാറ് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ട് പ്രശാന്ത്. അതേടോ, വീട്ടിലെ ചില വാക്കു തർക്കങ്ങൾ അത് എത്തിയിരിക്കുന്നത് കൊലപാതകത്തിന്റെ വക്കിലാണ്. എല്ലാം ഞാൻ വ്യക്തമായി പറയാം എന്ന് പറഞ്ഞ മുത്തശ്ശൻ അനന്തപുരിയിൽ നടന്ന കാര്യങ്ങളെല്ലാം പ്രശാന്തിനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട പ്രശാന്ത് പറയുന്നുണ്ട്, ഇതാണോ കാര്യം? എല്ലാം ഞാൻ പരിഹരിക്കാം, മൂർത്തി സാർ വിഷമിക്കാതിരിക്കൂ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും കുറ്റവാളി കപ്പലിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കും. എന്തായാലും സാറിന്റെ വീട്ടിൽ പോലീസ് വന്ന് നിരങ്ങുകയില്ല. പോലീസ് വന്ന ഒരു പെരുമാറ്റം പോലും ഇല്ലാതെ സാറിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന് ഞാൻ ഉടൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്താം. ഞാൻ നീറ്റായിട്ട് തന്നെ അതിന് പരിഹാരം കണ്ടെത്താം. എങ്കിൽ ഇന്ന് തന്നെ ഞാൻ അനന്തപുരിയിലേക്ക് വരാം സാർ. പ്രശാന്തിന് അതാണ് സൗകര്യമെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് വന്നോളൂ, എല്ലാത്തിനും പരിഹാരം കാണണം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. എന്തായാലും മൂർത്തി സാറ് ചെല്ല്, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഞാൻ പോലീസ് വേഷത്തിനൊന്നുമല്ല അങ്ങോട്ട് വരുന്നത്. അവിടെയുള്ളവർക്കൊന്നും സംശയത്തിന് ഇട കൊടുക്കാതെ തികച്ചൊരു ബിസിനസ്സുകാരനായിട്ടായിരിക്കും ഞാൻ അങ്ങോട്ട് വരുന്നത്. പോലീസുകാരൻ്റെ വേഷത്തിനേക്കാൾ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വ്യക്തിയിലൂടെയാണ്. എന്തായാലും എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും മൂർത്തി സാറിന് യഥാർത്ഥ പ്രതിയെ ഞാൻ കണ്ടുപിടിച്ച് തരൂ എന്നൊക്കെ പറയുന്നുണ്ട് പ്രശാന്ത്. അതേ പ്രശാന്തി, ആ ഒരു ഉറപ്പ് തന്നെയാണ് എനിക്ക് വേണ്ടത്. നിന്നിൽ എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് സുഖമില്ലാഞ്ഞിട്ട് പോലും ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരി സാർ, സാർ ധൈര്യമായിട്ട് തന്നെ പോയിക്കോളൂ എന്നൊക്കെ പറയുകയാണ് പ്രശാന്ത്. മുത്തശ്ശൻ നിയമിച്ച എസ് ഐ തികച്ചൊരു ബിസിനസ്സുകാരനായിട്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പ്രശാന്ത് അവിടെയുള്ളവരുടെ എല്ലാം മനസ്സ് നന്നായി മനസ്സിലാക്കിയതിനു ശേഷം അവസാനം അനാമികയും അവളുടെ അച്ഛനുമാണ് ഈ തെറ്റുകളെല്ലാം ചെയ്തത് എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അനാമികയും അവളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുകയാണ് പ്രശാന്ത്.
അങ്ങനെയുള്ള അടിപൊളി എപ്പിസോഡുകളാണ് ഇനി പത്തരംമാറ്റിൽ വരാൻ പോകുന്നത്.